ആർക്കിടെക്ചർ അല്ലേ നമ്മൾ ഈ പറയുന്ന ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുന്ന രീതി, ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നമ്മൾ ഇനി നോക്കട്ടെ, ഞാനിപ്പോൾ ഈ പെയിൻറ്റിങ്ങിനകത്തും സ്കൾപ്ചറിലും നമ്മൾ പറഞ്ഞ അതേ പോയിന്റുകൾ എവിടെയും വരും, ആർക്കിടെക്ചറിനകത്തായാലും സയൻസിലായാലും എല്ലാത്തിലും വരും. സോ ഞാൻ ആ പോയിന്റുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. ആർക്കിടെക്ചറിൽ എന്ത് മാറ്റം വന്നു എന്ന് വെച്ചാൽ നോക്കി, ഈ പറയുന്ന റിനൈസൻസ് കാലത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ആർക്കിടെക്ചർ രീതിയെ നമ്മൾ ഗോത്തിക് സ്റ്റൈൽ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഗോത്തിക് സ്റ്റൈൽ. അപ്പോൾ ഗോത്തിക് സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. ഈ മുകൾ ഭാഗത്തായിട്ട് കണ്ടോ കൂർത്തിരിക്കുന്ന ഈ പറയുന്ന ഡോംസ് ഒക്കെ ഉള്ള ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ ഒരു ബിൽഡിംഗ് രീതിയാണ് നമ്മൾ ഗോത്തിക് സ്റ്റൈൽ അല്ലെങ്കിൽ ഗോത്തിക് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഈ ഗോത്തിക് ആർക്കിടെക്ചറിൽ നിന്ന് മാറിയിട്ട് ഇവിടെ കണ്ടോ ഇതുപോലത്തെ ഡോംസ്, ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇസ്ലാമിക് മതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാനായിട്ട് സാധിക്കും അല്ലേ. നമ്മൾ പഠിച്ചതാണ് ക്രൂസൈഡും ഈ പറഞ്ഞ ഈസ്റ്റ് വെസ്റ്റ് തമ്മിലുള്ള എക്സ്ചേഞ്ചിനെ പറ്റിയിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഡോംസ് ഒക്കെ ഉള്ള ഒരു പുതിയ ശില്പ രീതി അല്ലെങ്കിൽ പുതിയ നിർമ്മാണ രീതി അല്ലെങ്കിൽ ഡിസൈൻ രീതി കൊണ്ടുവന്നു. അതാണെന്ത് ആർക്കിടെക്ചർ റിനൈസൻസിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് അല്ലേ. ഗോത്തിക് സ്റ്റൈലിൽ നിന്ന് മാറി ഒരു ഗ്രീക്കോ റോമൻ ക്ലാസിക്കൽ ശൈലി വന്നു. ഈ ക്ലാസിക്കൽ ശൈലിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 പോയിന്റ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു. എന്തൊക്കെയാണ്? ക്ലാസിക്കൽ ഇൻഫ്ലുവൻസ് വന്നു, അതായത് ഗ്രീക്കോ റോമൻ ശൈലികൾ ഈ പറയുന്ന കോളമും ആർച്ചുകളും ഡോംസും ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിച്ചു. സിമെട്രിയും പ്രപ്പോർഷനും വന്നു അല്ലേ. നമുക്ക് ഈ പുറകെ കാണുന്ന 2 ബിൽഡിംഗ് അല്ലേ, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക നോക്കിയാലും ഇവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും നല്ല പ്രപ്പോർഷനാണ് അല്ലെ. ലൈൻസ് ഒക്കെ കൃത്യമായിട്ട് തൂണുകളും ഒക്കെ വരച്ചിട്ടുള്ള രീതിയാണ് കൊണ്ടുവന്നത്. ഡോംസും റൗണ്ടഡ് ആർച്ചസും കൊണ്ടുവന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ലൈറ്റും സ്പേസിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇതിൽ ഏതെങ്കിലും 2-3 പോയിന്റ് നിങ്ങൾ ഒരു എസ്സേ വന്നാൽ എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് നോക്കാം 2 പ്രധാനപ്പെട്ട ആൾക്കാരെ പറ്റി പഠിക്കണം. ഒന്ന് ഫിലിപ്പോ ബ്രൂണലിസി SCHI. ഓക്കെ, അപ്പോൾ ഫിലിപ്പോ ബ്രൂണലിച്ചി എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അദ്ദേഹമാണ് എന്ത് ചെയ്തു? ഫ്ലോറൻസിലെ കത്തീഡ്രൽ പണി കഴിപ്പിച്ചത്. അപ്പോൾ ഫിലിപ്പ് ഫ്ലോറൻസിൽ പള്ളി പണിതു എന്ന് ഓർത്ത് വയ്ക്കുക. ഫിലിപ്പ് ഫ്ലോറൻസിൽ പള്ളി പണിതു. ആ പള്ളിയാണ് ഈ കാണുന്നത്. ഓക്കെ, ഡോം ഡിസൈൻഡ് ബൈ ബ്രൂണലേച്ചി എന്ന് പറയുന്ന വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. BRUNE BRUNLESCHI ബ്രൂണലേച്ചി അല്ലേ, ലേച്ചി എന്ന് തന്നെ വരും. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഫിലിപ്പ് ഫ്ലോറൻസിൽ പള്ളി പണിതു, കത്തീഡ്രൽ പള്ളിയല്ലേ. അപ്പോൾ ഫിലിപ്പ് ഫ്ലോറൻസിൽ പള്ളി പണിതു. പിന്നെ വന്നത് മൈക്കൽ ആഞ്ചലോയും ബ്രബന്തയുമാണ്. ഈ മൈക്കൽ ആഞ്ചലോയും ബ്രബന്തയും എന്ത് ചെയ്തു? സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഡിസൈനേഴ്സിലുള്ളവരാണ്. ഈ കാണുന്നതാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഇപ്പോൾ 3 പോയിന്റ് ഓർത്ത് വെച്ചാൽ മതി. ആർക്കിടെക്ചറിൻ്റെ ഫസ്റ്റ് പോയിന്റ് ഗോത്തിക് ശൈലിയിൽ നിന്ന് മാറി ആർച്ചുകളും ഡോമുകളും ഉള്ള രീതിയിലുള്ള നിർമ്മാണ ശൈലി കൊണ്ടുവന്നു. 2 പേര് ഫിലിപ്പിൻ്റെ ഫ്ലോറൻസിൽ ഫിലിപ്പ് എന്ത് ചെയ്തു? ഒരു പള്ളി പണിതിട്ടുണ്ട്. ഫ്ലോറൻസിൽ ഫിലിപ്പ് എന്ത് ചെയ്തു? ഫ്ലോറൻസിൽ ഫിലിപ്പ് എന്ത് ചെയ്തു? ഒരു പള്ളി പണിതു. ആ പള്ളിയിലും മൈക്കൽ ആഞ്ചലോയും ബ്രബന്തയും ഡിസൈൻ ചെയ്ത പീറ്റേഴ്സ് ബസിലിക്ക, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നമുക്കിത് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. ശില്പരീതിയുടെ പ്രത്യേകതകളാണ് ഇവിടെ പറയുന്നത്. ഇത്രയും പോയിന്റുകൾ നമുക്ക് ഈ പറയുന്ന ആർക്കിടെക്ചർ ഭാഗത്ത് വരുന്നുള്ളൂ. ഫിലിപ്പോ ബ്രൂണലേച്ചി അതുപോലെ തന്നെ ആർക്കിടെക്ചർ കൊണ്ടുവന്നു. അതെവിടെ കാണാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഈ പറയുന്ന ഫ്ലോറൻസിലെ കത്തീഡ്രലിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മാറിയിട്ട് ഡോംസും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നു. ഈ പറയുന്നത് ഇവിടെ നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും കാണാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ.